മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പല ആൾക്കാർ എത്തുകയാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മൻമോഹൻ സിംഗിന്റെ മൃതദേഹത്തിനടുത്ത് സകല കാര്യങ്ങൾക്കും ഒരുമിച്ച് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം വാജ്പേയിയുടെ മൃതദേഹത്തിനടുത്തും ആ മൃതദേഹം സംസ്കരിക്കുന്നത് വരെ ആ മൃതദേഹത്തെ തോളിലേറ്റുന്ന ശവമഞ്ചം തോളിലേറ്റുന്ന ആ ചടങ്ങിലടക്കം പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ മൃതദേഹത്തിനടുത്തും നിൽക്കുന്ന കാഴ്ച ദേശീയ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് നരേന്ദ്രമോദിയുടെ വെറും ഷോ ഓഫ് മാത്രമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പല പ്രവർത്തകരും സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് പറയുമ്പോൾ BJP ഇതിനെ പ്രതിരോധിക്കുന്നത് നരേന്ദ്രമോദിയുടെ 2013 ഒരു വലിയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. 2013 മൻമോഹൻ സിംഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാസ് ഷെരീഫ് രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസ് കമാഷിമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കോൺഗ്രസ് അത് കേട്ടു നിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പാകിസ്ഥാന്റെ ഒരു പ്രധാനമന്ത്രി അപ്പുറത്തിൽ നവാസ് ഷെരീഫ് അധിക്ഷേപിക്കുന്നു. അതിനുശേഷം അമേരിക്കയിൽ ഒബാമയുടെ അടുത്ത് ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറ്റി എല്ലാവരും കേൾക്കെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നു. നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു. ഈ സമയത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് ഇന്ത്യയിൽ ശബ്ദമുയർത്തിയത്. അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി. അന്ന് നരേന്ദ്രമോദി BJPയുടെ വികാസ് റാലിയിൽ ഡൽഹിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2013 സെപ്റ്റംബറിലാണ് ഇത് നടക്കുന്നത്. മോദി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമുക്കന്ന് കാണാനായിട്ട് സാധിച്ചത്. ജനക്കൂട്ടം നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേട്ട് അന്ന് ഇളകി മറിയുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാമായിരുന്നു. മൻമോഹൻ സിംഗിനെ അന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്, അതായത് നവാസ് ഷെരീഫ് വിശേഷിപ്പിച്ചത് ദേഹത്തി ഔറത്ത് എന്നാണ്. അതായത് ഒരു ഗ്രാമീണത തുളുമ്പുന്ന ഒരു നാടൻ സ്ത്രീ മാത്രമാണ്, യാതൊരു കഴിവുമില്ലാത്ത ഒരു നാടൻ സ്ത്രീയാണ് മൻമോഹൻ സിംഗ് എന്നാണ് അന്ന് നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നത്. നവാസ് ഷെരീഫിന്റെ ഈ വാക്കുകൾ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയാണ് യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, അല്ലെങ്കിൽ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാണ് നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്. പോരാത്തതിന് UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി നവാസ് ഷെരീഫും മൻമോഹൻ സിംഗും അന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന വന്നത് എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ്. ഇത് പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് നരേന്ദ്രമോദി അന്ന് വികാസ് റാലിയിൽ ചോദിച്ചത്. താൻ ആരാണ്, തനിക്ക് എന്താണ് അവകാശം, തൻ്റെ പാകിസ്ഥാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നരേന്ദ്രമോദി ചോദിച്ചു. രാജ്യത്തിനകത്ത് ഞാനും എൻ്റെ പ്രധാനമന്ത്രിയും തമ്മിൽ പല വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ അദ്ദേഹം എൻ്റെ പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തിൻ്റെ 125 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്നാണ് 2013 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അന്ന് പറഞ്ഞു. ജനക്കൂട്ടം ആർത്തിറമ്പിയപ്പോൾ നരേന്ദ്രമോദി അന്ന് പറഞ്ഞത്, ഇന്ത്യയെ അപമാനിച്ചാൽ അത് ഞങ്ങൾ സഹിക്കില്ല, ഈ 125 കോടി ജനങ്ങൾ സഹിക്കില്ല എന്നാണ്. പോരാത്തതിന് നരേന്ദ്രമോദി അന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്, കോൺഗ്രസ് മൻമോഹൻ സിംഗിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ നവാസ് ഷെരീഫിനെ പോലെയുള്ളവർ അത് പ്രചോദനമായി എടുത്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാനായി രംഗത്തെത്തുന്നത് എന്നും അന്ന് നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷവും നരേന്ദ്രമോദി മൻമോഹൻ സിംഗുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുൻപും അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് മരിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് പറഞ്ഞത് എന്നുള്ളിടത്താണ് അദ്ദേഹവും മൻമോഹൻ സിംഗുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഊഷ്മളമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.